ഇന്ന് കക്കായിറച്ചി ഉണ്ടാക്കിയാലോ? ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ അകത്ത് കക്കായിറച്ചി ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് വേസ്റ്റ് എല്ലാം നന്നായിട്ട് ഞെക്കി കളയണം, അല്ലെങ്കിൽ ചിലപ്പം വയറുവേദന എടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചു പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, അവരെ കൊണ്ടൊക്കെ അങ്ങ് ചെയ്യിപ്പിച്ചാൽ എളുപ്പമായിരിക്കും. കക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റിവെക്കാം. ഇനി കക്കായിറച്ചിക്ക് ആവശ്യമായ മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് തേങ്ങ ചിരകിയത്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് പെരിഞ്ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ തേങ്ങാക്കൊത്തെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളം ബ്രൗൺ ആവുന്നത് വരെ വഴറ്റുക. അപ്പോൾ ദേ സവോള എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3 സ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കക്ക വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് ചതച്ചതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ കക്കായിറച്ചി എല്ലാം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.